അപ്പോൾ പുതിയ CRT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ജസ്റ്റ് നോക്കി പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ജസ്റ്റ് പീലി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഗ്രാമത്തിലേക്ക് പല സ്ഥലത്ത് ജീവിക്കുന്ന, പല സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾ പോകുന്നതും അവരുടെ അനുഭവങ്ങളും ഒക്കെ പറയുന്ന ഒരു ജസ്റ്റ് ചാപ്റ്ററാണ്. അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ജസ്റ്റ് സാധാരണ കുട്ടികളുടെ സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളായിട്ട് അങ്ങനെ ഒന്നും കാണാനില്ല. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നൊരു കാര്യം ജസ്റ്റ് കൊയ്ത്തിന് ശേഷം രണ്ടാം വിളവ് ഇറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നൊക്കെ ജസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആ ഒരു ചാപ്റ്ററിൽ ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ കുറച്ച് കണ്ടൻ്റ് ഉണ്ട്. ഭക്ഷണവും മനുഷ്യരും. ഒക്ടോബർ 16 ഇതൊരു പോയിൻ്റാണ്. ഒക്ടോബർ 16 എന്താണ്? ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. ഓക്കെ, പിന്നെ പ്രാചീന കാലത്തിൽ അവരെങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കിയതും, അത് പിന്നെ തീ കണ്ടുപിടിച്ചതും ചുട്ട് തിന്നാൻ തുടങ്ങിയതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കണ്ടൻറ്റുകളാണ്. ഓക്കെ, ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്ത സമയത്ത് ഇവർ പച്ചയ്ക്കാണ് തിന്നത്. പിന്നീട് കാട്ടുതീ ഉണ്ടായപ്പോൾ ആണ് അവർക്ക് മനസ്സിലായത് ചുട്ട് തിന്നേണ്ട ഒരു രീതി. പിന്നെ അവരങ്ങനെ ശ്രമിച്ചു. പിന്നീട് ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് വന്നു. ഓക്കെ, അവരെന്ത് ചെയ്തു? കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയതാണ് ആടിനെയും ചെമ്മരിയാടിനെ. ഓക്കെ, അതിനുശേഷം പറയുന്നുണ്ട് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതും എന്ന് പറയുന്ന മൃഗം നായയാണ്. ജസ്റ്റ് ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? നായയാണ്. ഓക്കെ, ഭക്ഷണ ആവശ്യത്തിനായിട്ട് ആടിനെ ചെമ്മരിയാടിനെ, ഇതൊന്നും അത്ര വലിയ പോയിൻ്റൊന്നുമല്ല. ഓക്കെ, മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായിട്ട് നായകളെ ഉപയോഗിച്ചു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. ഓക്കെ, ഇനി കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. അതുപോലെ ഭക്ഷണം തേടി അലഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം അവർക്ക് കിട്ടി അവിടെ താമസിക്കുന്നതുകൊണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിയാവുന്ന കണ്ടൻ്റാണ്. ഇതിന് വിരുദ്ധമായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആദ്യകാലങ്ങളിൽ കൃഷി ഉപകരണങ്ങളായിട്ട് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പിന്നീട് ധാന്യപ്പുരകൾ. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. നമുക്കറിയാം ഇവിടെ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരമായിരുന്നു. ഈ ലോത്തൽ, ഗുജറാത്തിലെ ലോത്തൽ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഓക്കെ, ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നതായിട്ട് സംഘകാല കൃതികൾ, തമിഴ് കൃതികളാണല്ലോ, സംഘകാല കൃതികൾ പറയുന്നുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് എന്താ കൊടുക്കുക? ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറും. ഓക്കെ, പകരം മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമുള്ളത് മേടിക്കും. അതുപോലെ വനപ്രദേശത്തിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറും. ഇപ്പം സമതലത്തിലേക്ക് വന്നാൽ അവിടെ എന്താ? കൃഷിയാണ്. അപ്പോൾ അവിടുന്ന് കൊടുക്കാൻ പറ്റിയത് കൃഷി ഉൽപ്പന്നങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. പിന്നെ ബാർട്ടർ സമ്പ്രദായം നമുക്കറിയാം. നാണയവ്യവസ്ഥ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറിയുന്ന ഒരു രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ഓക്കെ, ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി.
സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. ഓക്കെ, സാധനങ്ങളുടെ കൈമാറ്റം എന്ന് പറയുന്നത് കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപപ്പെട്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി മാറി അവിടെ. ഓക്കെ, സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അത് ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. ആദ്യം സാധനങ്ങൾ കൈമാറ്റം ചെയ്തു, പിന്നെ അത് കച്ചവടമായി, പിന്നെ അത് ചന്തയായി, പിന്നീട് അത് കച്ചവട കേന്ദ്രങ്ങളായി മാറി, അത് പിന്നെ നഗരങ്ങളായി മാറി. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോ ചാർട്ട്. സാധനങ്ങൾ കൈമാറ്റം, പിന്നെ കച്ചവടം, പിന്നെ ചന്ത, കച്ചവട കേന്ദ്രം, പിന്നെ നഗരം. ഓക്കെ, ഇനി ദേശങ്ങൾ കടന്നുള്ള കൈമാറ്റമാണ് പിന്നെ വന്നത്. പ്രാചീനകാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, അതുപോലെ പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെയായിരുന്നു കൈമാറിയിരുന്നത്: കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, പട്ട, അങ്ങനെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറുത്തപൊൻ എന്ന് വിളിക്കുന്ന കുരുമുളകായിരുന്നു. ഓക്കെ, ഇനി വാസ്കോഡഗാമനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യാത്രാ ചെലവിനേക്കാൾ 60 ഇരട്ടി ഇവിടുന്ന് അവർ സാധനങ്ങൾ കൊണ്ടുപോയി. ഓക്കെ, പിന്നെ ഇവിടെ പേരക്കനെ കുറിച്ച് പറയുന്നുണ്ട്. മെക്സിക്കോ ആണ് ജന്മദേശം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്ന് വിളിക്കുന്നത് പേരക്കനെയാണ്. ഓക്കെ, അപ്പോൾ പേരക്ക ജന്മദേശം മെക്സിക്കോ, ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടും. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വൈറ്റമിൻ ABC ഇതിലടങ്ങിയിരിക്കുന്നു. ഓക്കെ, ABC ഇതിലടങ്ങിയിരിക്കുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഓക്കെ, ഇനി ഭക്ഷണവും അസമത്വവും. ഓക്കെ, ഓക്കെ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഓക്കെ, മിശ്രഭോജനത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. 1917, ഈ ഒരു വർഷം എന്തായാലും അറിഞ്ഞിരിക്കണം. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഓക്കെ, അപ്പോൾ ഈ 1917 മിശ്രഭോജനം, ചെറായി, എറണാകുളം, സഹോദരൻ അയ്യപ്പൻ, ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ഇനി ഈ ഒരു വർഷം ഓർത്ത് വയ്ക്കുക, ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ട് 30 ലക്ഷം പേര് മരിച്ച ഒരു കാര്യം പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ
ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരിച്ചു. ഓക്കെ, അപ്പോൾ ബംഗാളിൽ ഭക്ഷ്യക്ഷാമം മൂലം മരണപ്പെട്ടത് 1943. ഓക്കെ, സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്ടോബർ 16. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയാണ് കുടുംബശ്രീ മിഷൻ. ഓക്കെ, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നമുക്കറിയാം ഈ ഒരു വർഷം. ഓക്കെ, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഓക്കെ, 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഓക്കെ, മില്ലറ്റ് വർഷം. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. എക്സാമ്പിൾ: ജോവർ, റാഗി, വരക്, തിന, ബാർലി. ഈ ഒരു 6 അറിഞ്ഞ് കൂടുതൽ അറിയാൻ പറ്റും. ഈ വരക്, ബജ്റ, ബാർലിയൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ റാഗി, ജോവർ, ബാർലി, വരക്, ബജ്റ, തിന ഇതൊക്കെ മില്ലറ്റ്സ് ആണ്. ഓക്കെ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. ഓക്കെ, അപ്പോൾ നിയമപരമായ അവകാശമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത് ഓരോ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. ഓക്കെ, അപ്പോൾ ആ നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് നമ്മൾ പറഞ്ഞത് 2013. അപ്പം നിയമപരമായ അവകാശമാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ. എന്താണ് തൊഴിൽ, എന്താണ് ശമ്പളം, കൂലി എന്നൊക്കെ പറയുന്നതിനെ പറ്റി ഉള്ളൊരു ചാപ്റ്ററാണ്, ഒരു ചെറിയ ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നുണ്ട്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ നോക്കാം. ഓക്കെ, ഈ ഒരു കവിത പഠിപ്പ് തീർന്നാൽ പിന്നെന്താ, അങ്ങനൊരു കവിത എഴുതിയിട്ടുണ്ട്. ആരാണ്? NV കൃഷ്ണവാര്യർ. ഇതൊക്കെ നോക്കി വയ്ക്കുക. പഠിപ്പ് തീർന്നാൽ എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. ഓക്കെ, ഇനി വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലമായിട്ട് കൂലിയോ ശമ്പളമോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. ഓക്കെ, വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയോ ശമ്പളമോ കിട്ടാം. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് ഈ തൊഴിൽ. ഓക്കെ, അപ്പോൾ എന്താണ് കൂലി, എന്താണ് ശമ്പളം? കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. കരാറടിസ്ഥാനത്തിൽ സേവനങ്ങൾ ചെയ്തതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. അതെങ്ങനെയാണ് കൊടുക്കുക?
മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. പ്രതിമാസ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ് ശമ്പളം. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി വരുമാന സ്രോതസ്സ്. വരുമാനം വരുന്ന സ്ഥലങ്ങളാണ് ഈ സ്രോതസ്സ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെ ആണല്ലോ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആസ്തി? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ. ഇപ്പം കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവയൊക്കെ ആസ്തികളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം കിട്ടും. ഇപ്പോൾ ഒരു കെട്ടിടമാണെങ്കിൽ വാടകയ്ക്ക് കൊടുത്താൽ വരുമാനം കിട്ടും. ഇപ്പോൾ വസ്തു ആണെങ്കിൽ പാട്ടത്തിന് കൊടുത്താൽ അതിൽ നിന്ന് വരുമാനം കിട്ടും. അങ്ങനെയൊക്കെ. ഓക്കെ, നമുക്ക് വരുമാന സ്രോതസ്സ്, അതിൽ നിന്ന് എന്ത് വരുമാനമാണ് കിട്ടുന്നതെന്നും ഇത് നോക്കി വയ്ക്കുക. കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനമായിട്ട് വിള കിട്ടണം. ഓക്കെ, അപ്പോൾ കൃഷിയിൽ നിന്ന് വിള. തൊഴിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ കൂലി അല്ലെങ്കിൽ ശമ്പളം. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ ലാഭം. ബാങ്ക് നിക്ഷേപമാണെങ്കിൽ അതിൽ നിന്ന് പലിശ കിട്ടണം. ആസ്തികളാണെങ്കിൽ ഇപ്പോൾ കെട്ടിടം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ വാടക അല്ലെങ്കിൽ പാട്ടം. ഓഹരിയിൽ നിന്ന് എന്ത് കിട്ടണം? ലാഭവിഹിതം. അപ്പോൾ ഇതും അറിഞ്ഞു വയ്ക്കുക. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഓക്കെ, അപ്പോൾ എന്താണ് വ്യക്തിഗത വരുമാനം എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലികളെ വളർത്തുന്നത്, മത്സ്യകൃഷി തുടങ്ങിയവയാണ് കാർഷിക തൊഴിലുകൾ. ഓക്കെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതും നോക്കി വയ്ക്കുക. ഇതൊരു എക്കണോമിക് റിവ്യൂ ആണ്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേരും കൃഷിയിൽ ഏർപ്പെട്ട ആൾക്കാരാണ്. 46.5% ആൾക്കാരും കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഇനി കാർഷികേതര തൊഴിൽ നമുക്ക് വായിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലാളികളെയും കാർഷികേതര തൊഴിലാളികളെന്ന് പറയാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്തുനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. കാർഷികേതരത്തിന് എക്സാമ്പിൾ. ഇനി സ്വയം തൊഴിൽ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കണം. സ്വയം തൊഴിലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ, ഏതെങ്കിലും ഒരാളുടെ അണ്ടറിലല്ലാതെ, ഓക്കെ, തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ പലചരക്ക് കട ഒറ്റയ്ക്ക് നടത്തില്ലേ, അതൊക്കെ തന്നെ. ഓക്കെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇനി കുറച്ച് അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറേ പദ്ധതികൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികൾ. നവജീവൻ പദ്ധതി ചോദിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാർ. ഓക്കെ, അപ്പം നവജീവൻ ജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് വഴിയാണ് ഇത് ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇത് കൊടുക്കുന്നതെന്നാണ് കണ്ടത്. അപ്പം നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർ. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർ. കൈവല്യ എന്ന് പറയുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാർ. കൈവല്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാർ. ശരണ്യ വനിതകൾ. ശരണ്യ പദ്ധതി വനിതകൾക്ക്. അപ്പം നവജീവൻ മുതിർന്ന പൗരന്മാർ, കൈവല്യ ഭിന്നശേഷിക്കാർ, ശരണ്യ വനിതകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്.
ഇനി വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. വസ്ത്രം എങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി, അത് ഏതിൽ നിന്നൊക്കെയാണ് ഡിസൈൻ ചെയ്യണത്, അതിപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെ നിൽക്കുന്നു, ഈ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇത് പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് പറയുന്നത്. പുല്ല്, ഇലകൾ, മരത്തോല് അല്ലെങ്കിൽ മരവുരി എന്ന് പറയും, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോല്, ഇതൊക്കെയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. അത് നെയ്യാൻ വേണ്ടിയിട്ട് മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ നെയ്തിരുന്നത്. ഇതൊന്നും അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് പറയുന്നില്ല. ഇനി നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. ഓക്കെ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. നമ്മൾ പറഞ്ഞത് നേരത്തെ. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ പ്രതിമകളിലേക്ക് ചിത്രങ്ങൾ നോക്കിയിട്ട് അവരങ്ങനെ കമ്പിളി വസ്ത്രങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യകാല നൂൽപ്പ് യന്ത്രം, പിന്നീട് കൈത്തറി. ഓക്കെ, കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. ഇവിടെ പരുത്തിയുടെ കാര്യം പറയുന്നുണ്ട്, ജസ്റ്റ് അറിയാവുന്നതാണ്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിനെയാണ്. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ഓക്കെ, അടുത്ത ചണം. ഓക്കെ, ഗോൾഡൻ ഫൈബർ എന്നൊക്കെ പറയില്ലേ, ആണ് ചണം. ചണം എന്ന് പറയുമ്പോൾ ഈ ഒരു തണ്ടിൽ നിന്നാണത് അടിച്ച് പരത്തിയിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാതീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോകുന്നുണ്ട്. ഇത് നീലം ചെടി. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായ ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി കുറച്ച് തറി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. തറികളുടെ നാട്, തിറകളുടെ നാട് എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ണൂർ കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, ഓക്കെ, നെയ്ത്ത് പട്ടണം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി മുണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി. ഇതൊക്കെ കൈത്തറിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇനി ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളെ കണ്ടുപിടിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്പിന്നിങ് ജെന്നി. ഓക്കെ, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് ഹർഗ്രീവ്സ്. ഓക്കെ, പുള്ളിക്കാരനാണ്. ജെയിംസ് ഹർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ട് നൂൽ ഉൽപ്പാദനം കൈകൊണ്ട് കൈത്തറി ചെയ്തിരുന്നില്ലേ, ആ ഒരു സംഭവം അക്കാലത്തെ വസ്ത്ര വ്യവസായം ആവശ്യത്തിന് തികയുമായിരുന്നില്ല. ആ ഒരു വേഗതയൊന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ കണ്ടുപിടിച്ചാണ് സ്പിന്നിങ് ജെന്നി. ഓക്കെ, വേഗത്തിലാക്കി നൂലുൽപാദനം. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ്. പിന്നെ ജനസംഖ്യാ വർധനവും വസ്ത്രത്തിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചപ്പോൾ കുറച്ചും കൂടി വാസ്ലി കാര്യങ്ങൾ വേണമായിരുന്നു. അങ്ങനെയാണ് യന്ത്രത്തറി വരുന്നത്. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രീവ്സ്. അടുത്തത് യന്ത്രത്തറി വന്നു. അത് കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഓക്കെ, എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജസ്രോതത്തിൻ്റെ സഹായത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഇത് വന്നപ്പോൾ കൂടുതൽ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് പേരും മറന്നു പോകരുത്. യന്ത്രത്തറി, എഡ്മണ്ട് കാർട്ട്റൈറ്റ്. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കണം. അതിന് അവരെന്ത് ചെയ്തു? കമ്പോളങ്ങൾ തേടി നടന്നു. യൂറോപ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് യൂറോപ്പിൽ ഇവന്മാർ തുണി ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാനായിട്ടുള്ള ഒരു കമ്പോളമാക്കി മാറ്റി നമ്മുടെ ഇന്ത്യയെ. ഓക്കെ,
അവരിവിടുന്ന് അസംസ്കൃത വസ്തു അങ്ങോട്ട് കൊണ്ടുപോയി യൂറോപ്പിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്നത് വിറ്റു. ഓക്കെ, യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ വിറ്റഴിച്ചു. അതാണ് ഉണ്ടായത്. യൂറോപ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യന്മാർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസ്, ഡച്ച് എന്ന് വെച്ചാൽ നെതർലൻഡ്, പിന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓക്കെ, ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ അവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. ഈ കൂട്ടത്തിൽ കോളനിയാക്കി വെച്ചിരുന്ന ഇംഗ്ലീഷുകാരാണ്. പക്ഷേ അവസാനം പോയത് ആരാണ്? 1961 അവസാനം പോയത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ കോളനിയാക്കി കുറേ കാലം ഭരിച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്, അഥവാ ബ്രിട്ടീഷുകാർ. പിന്നെ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റം. വസ്ത്ര ഉൽപ്പാദനത്തിൻ്റെ വർധനവ്, മനുഷ്യരുടെ അധ്വാനഭാരത്തിൻ്റെ കുറവ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം. ഓക്കെ, ഇനി ജന്തുക്കളിൽ വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകളൊക്കെ ലഭിച്ചിരുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. കൃത്രിമ നാരുകളാണ് ഈ പോളിസ്റ്റർ, നൈലോണൊക്കെ. ഇത് കൂടുതൽ ഈട് നിൽക്കും, പിന്നെ ചിലവ് വളരെ കുറവാണ്. അതാണ് ഈ കൃത്രിമ നാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതൽ ഈട് നിൽക്കും, ചുളിവൊന്നും വരില്ല, അതുപോലെ ചിലവ് ഭയങ്കര കുറവാണ്. ഇനി പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്നെടുക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് ചെമ്മരിയാടിൽ നിന്നുള്ള കമ്പിളി, പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ട്. ഓക്കെ, അതുപോലെ സസ്യങ്ങളിൽ നിന്നെടുക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി, ചണം. കൃത്രിമ നാരിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവും പെട്ടെന്ന് ചുളിവുണ്ടാവുകയില്ല എന്ന മേന്മയും ഇതിനുണ്ട്. എക്സാമ്പിൾ പോളിസ്റ്റർ, നൈലോൺ, റയോൺ കൃത്രിമ നാരുകളാണ്. ഇനി എന്താണ്? ഇനി വസ്ത്രങ്ങൾ കാലാവസ്ഥയ്ക്കും ആചാരങ്ങൾക്കും അധികാര സ്ഥാനങ്ങൾക്കും അതുപോലെ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, പ്രാദേശിക വ്യത്യാസങ്ങൾ, ഇവയ്ക്കെല്ലാം അനുസരിച്ച് സ്വാധീനം സംഭവിച്ചിട്ടുണ്ട് വസ്ത്രധാരണത്തിന്. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയ്ക്കെല്ലാം വൈവിധ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വസ്ത്രധാരണത്തിൽ വിവേചനം. ഇത് നമുക്കറിയാവുന്നതാണ്. തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിവിധ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 ജൂലൈ 26 1859 ജൂലൈ 26 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് ഈ വിളംബരം. ഓക്കെ, തെക്കൻ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മേൽവസ്ത്രം ധരിക്കാനായിട്ട് 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ, നമ്മൾ വസ്ത്രം ഉത്രം എന്ന് പറയൂലേ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഉത്രം തിരുനാളാണ് അതിന് അനുമതി കൊടുത്തത്. ഇവിടെ പറയുന്നുണ്ട്, തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശവും മധ്യ കേരളത്തിൻ്റെ ചെറിയൊരു ഭാഗവും തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി വരെ ഉള്ള ഭാഗമാണ് നമ്മുടെ തിരുവിതാംകൂർ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. ഇതും ചോദിച്ചിട്ടുണ്ട്, ആരുടെ കാലത്താണ് നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടുകൂടി ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി. മേൽമുണ്ട് സമരം. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ
സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വർഷം ചോദിച്ചാൽ 1822 തീപ്പൊരി വീണത്. 1822. പിന്നീട് 59 ജൂലൈ 26 അതിന് അനുമതി കൊടുത്തു. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. വർഷം 1859 ജൂലൈ 26. ഓക്കെ, ആ ഒരു വർഷം മാത്രമേ മെയിനായിട്ട് ചോദിക്കുക. ഫസ്റ്റ് ഘട്ടത്തിൽ നടന്നിരുന്ന 1822. ഇനി വസ്ത്രം ഒരു സമരായുധം. ഇത് ഗാന്ധിജിയുടെ പോഷനാണ്. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റ് ഉണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശ വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഓക്കെ, വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. ഓക്കെ, സ്വദേശി പ്രസ്ഥാനം ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. എപ്പോഴാണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ഫോം ചെയ്തത്. വർഷം മറന്നു പോകരുത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. സ്വദേശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ഓഗസ്റ്റ് 7 കൈത്തറി ദിനം. പക്ഷെ ഇപ്പോൾ എന്താണ് ഓഗസ്റ്റ് 7? നമ്മുടെ ജാവലിൻ ദിനമാണ്. 2021 തൊട്ടിട്ട് ഇതൊരു ജാവലിൻ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 7 2 ദിനമുണ്ട്. 2015 തൊട്ട് കൈത്തറി ദിനവും ഇപ്പം അത് ജാവലിൻ ദിനവും കൂടിയാണ് ഓഗസ്റ്റ് 7 കേട്ടോ. ഇനി ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. 1918 ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരണം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. 1918 ഖാദി പ്രസ്ഥാനം. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ: തുന്നൽ, വസ്ത്രാലങ്കാരം, നെയ്ത്ത്, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽപ്പ്. ഇത് നമുക്ക് ഗസ് ചെയ്ത് അറിയാൻ പറ്റും. ഇനി കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കും ഇത്തരം കരകൗശലം. ഓക്കെ, വസ്ത്രധാരണത്തിലെ നാൾവഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം. തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി. മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു. ഓക്കെ, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് വസ്ത്രം. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം. ജസ്റ്റ് അത് അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പോയിന്റുകളൊന്നുമില്ല. ഇനി വരയ്ക്കാം, വായിക്കാം. ഇത് മാപ്പിൻ്റെ ഒരു ചെറിയ ചാപ്റ്ററാണ്. ഇതിലും വളരെ കുറച്ച് പോയിന്റുകളുള്ളൂ. നമ്മൾ പറയുന്ന കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്നല്ലേ. ഇതിലൊരു പോയിന്റ്, സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതാണ് കിഴക്ക്. ഓക്കെ, അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ദിശ അത് കിഴക്ക്, അങ്ങനെ പറയുന്നത്. ഓക്കെ, വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ആപ്പുകളും ഉണ്ട്. ഇനി സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി
തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ തെക്ക് വടക്ക് ദിശയിൽ കേട്ടോ. പിന്നെ അതിനകത്ത് റെഡ് കളർ മാർക്ക് ചെയ്തേക്കുന്നത് നോർത്തിലേക്കാണ്. ഓക്കെ, സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ നാവികർ പണ്ട് ഉപയോഗിച്ചിരുന്ന കാര്യമാണ് ഈ വടക്ക് നോക്കിയ യന്ത്രം. അപ്പോൾ നോർത്തിലാണ് ആ റെഡ് മാർക്ക് കിടക്കുന്നത്. ഇനി ഭൂപടങ്ങളെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ മാപ്പ് എടുത്താൽ നമുക്കറിയാം മുകൾ ഭാഗം, ഇന്ത്യയുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത് വടക്കും തെക്ക് എന്ന് പറയുന്നത് താഴ്ഭാഗമാണെന്നൊക്കെ നമുക്കറിയാം. അത്ര വലിയ പോയിൻ്റ് ഒന്നുമില്ല. ഇനി അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നത്, തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ മധ്യഭാഗത്ത് ആ വരയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭൂമധ്യ രേഖ. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. മുകൾ ഭാഗത്തെ അർദ്ധഗോളം വടക്കേ അർദ്ധഗോളം എന്നും തെക്കുവശത്ത് ദക്ഷിണ അർദ്ധഗോളം എന്നും പറയുന്നു. ഓക്കെ, ഇനി ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് മുകളിലും താഴേക്കായിട്ട് വരയ്ക്കുന്നതെല്ലാം അക്ഷാംശ രേഖകളാണ്. ഇനി ഈ അക്ഷാംശ രേഖേനെ ലംബമായിട്ട് കുറച്ച് രേഖകൾ പോകുന്നുണ്ട്. അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് കുറച്ച് രേഖകൾ പോകുന്നുണ്ട്. അതാണ് രേഖാംശ രേഖകൾ. ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, നമ്മൾ നേരെ വരയ്ക്കുന്നത് രേഖാംശ രേഖയും ഇങ്ങനെ കുറുകെ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരയ്ക്കുന്നത് അക്ഷാംശ രേഖയുമാണ്. ഇനി ഗ്ലോബും ഭൂപടവും എന്താ വ്യത്യാസം? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരയ്ക്കുന്നതാണ് ഭൂപടം. ഓക്കെ, ഇനി കുറച്ച് വർക്കൗട്ടുകളൊക്കെ പറയുന്നത്. ഇനി കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. അത് തയ്യാറാക്കുന്ന വ്യക്തി കാർട്ടോഗ്രാഫർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ. ഓക്കെ, സർവേ ഓഫ് ഇന്ത്യ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഡെറാഡൂണിൽ. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു മാപ്പും കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. ഓക്കെ, അതിനകത്തൊരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉത്തർപ്രദേശ്. നമുക്കറിയാം ഇന്ത്യയിൽ എവിടെ സ്ഥാനം? വടക്ക് വശത്താണ്, അതായത് നേപ്പാളിലെ തൊട്ടടുത്ത്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരേ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇവിടെ കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ്. അതുകൊണ്ട് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. ഇനി ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തകലയാണ് കഥക്. കഥക്കാണ് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തകല. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാൺപൂർ, ലക്നൗ, വാരണസി, ആഗ്ര, അലഹബാദ്. അതുപോലെ അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ്, അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ നിന്നാണ് അശോക സ്തംഭത്തിൻ്റെ സിമ്പൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് യു പിനെ കുറിച്ച് പറയുന്നത്. നേപ്പാളാണ് തൊട്ടടുത്ത കൺട്രി. ഓക്കെ, 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഫസ്റ്റ്, അതുകൊണ്ട് പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നു. ഇനി വാസ്കോഡ ഗാമനെ കുറിച്ച് പറയുന്നുണ്ട്. പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കൽ കപ്പലുകളുമായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. അപ്പോൾ 1497 യാത്ര തിരിച്ചു. കാറ്റിൻ്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്തിട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തും. പിന്നീട് അവിടുന്ന് അതിൻ്റെ കിഴക്കൻ തീരം പിടിച്ച് വടക്കോട്ട് സഞ്ചരിക്കും. എന്നിട്ട് മലിന്തി തുറമുഖത്തെത്തും. അവിടുത്തെ നാവികരുടെ നിർദ്ദേശപ്രകാരം മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20-ന്, ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1498 മെയ് 20-ന്, 97 തുടങ്ങി 98 മെയ് 20-ന് ഇവിടെ എത്തി. എവിടെ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത്, കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത്, പന്തലായനി കടപ്പുറം. ഓക്കെ, അവിടെ വന്നിറങ്ങും.
യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ലിസ്ബൺ തുറമുഖത്തു നിന്ന് യാത്ര തിരിച്ചു 1497. പിന്നെ ആദ്യം എത്തുന്നത് ആഫ്രിക്കയുടെ തെക്ക് കിഴക്കോട്ട് പോയിട്ട് ആഫ്രിക്കയുടെ തെക്കേറ്റത്തെത്തും. പിന്നെ ആ കിഴക്കൻ തീരത്തോടുകൂടി വടക്കോട്ട് സഞ്ചരിക്കും. എന്നിട്ട് മലന്തി തുറമുഖത്തെത്തും. പിന്നെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ട് മൺസൂൺ കാറ്റുകൾ അതിനെ ഫോളോ ചെയ്തിട്ട് 1498 മെയ് 20 നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തും. ഈ ഒരു മാപ്പ് അറിഞ്ഞിരിക്കുക. അതായത് ആഫ്രിക്കയുടെ സ്ഥാനം എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനും ഇടയിലുള്ള ഒരു കൺട്രി, ഒരു ഇതാണ് ആഫ്രിക്ക ഭൂഖണ്ഡം. ഓക്കെ. അതുപോലെ പസഫിക്കിന് അറ്റ്ലാന്റിക്കിനും ഇടയിലാണ് ഈ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. പസഫിക്കിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായതാണ് ഓസ്ട്രേലിയ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു മാപ്പ് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ സഞ്ചരിച്ച റൂട്ട് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് സഞ്ചരിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് പോയി അവിടെ നിന്ന് കിഴക്കൻ തീരം പിടിച്ചു പോയിട്ട് മലന്തി ദ്വീപിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് സഞ്ചരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ്. ഓക്കെ. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി ഭൂപടത്തിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലയിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രളയം, ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്താണ് ജനങ്ങൾ ജനങ്ങളാൽ, 6ാമത്തെ ചാപ്റ്റർ. ഓക്കെ. ഇത് ഗ്രാമസഭ, അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പോൾ ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഓക്കെ. നമ്മളിവിടെ ഗ്രാമസഭ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറഞ്ഞു. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട്. ഏതൊക്കെയാണത്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സിസ്റ്റമാണ്. അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ചോദിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് വെച്ചിട്ട്. ഓക്കെ. അതിൻ്റെ ഒപ്പം ഏതാണ്ട് താലൂക്ക് അങ്ങനെ എന്തോണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതാണ് ത്രിതല പഞ്ചായത്ത് സിസ്റ്റം. ഇനി നഗരപ്രദേശങ്ങളിലേക്ക് വന്നാൽ അവിടെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും, നഗരപ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ. 2 കോഡ്സ് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആര് പറഞ്ഞാണ്? എബ്രഹാം ലിങ്കൻ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ. അടുത്തത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിലെ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം. അതാണ് ഗാന്ധിജിയുടെ കോട്ട്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ജനാധിപത്യത്തിൻ്റെ ആവിർഭാവമാണ് പറയുന്നത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യരൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ പോലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ പുരാതന ജനാധിപത്യം ഗ്രീസിലാണ്. ഓക്കെ. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ. അപ്പോൾ ആധുനിക ജനാധിപത്യം എവിടെയാണെന്ന് വെച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ. ഇനി തെരഞ്ഞെടുപ്പ്,
ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നിവ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ പുരാതന ജനാധിപത്യം ഗ്രീസും ആധുനിക ജനാധിപത്യം ഇംഗ്ലണ്ടും. അപ്പോൾ തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് ഈ ആശയങ്ങളെല്ലാം ഇംഗ്ലണ്ടിലാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോസ് എന്ന ജനങ്ങൾ, ക്രേറ്റോസ് എന്ന അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർത്താണ് ഡെമോക്രസി അഥവാ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഡെമോക്രസി എന്ന വാക്ക് ക്രിയേറ്റ് ചെയ്തത് ഹെറോഡോട്ടസ് ഗ്രീക്ക് ഭാഷയാണ്. എന്താണ് ഗ്രാമസഭകൾ? ഇത് അറിഞ്ഞിരിക്കണം. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. അടുത്ത പോയിൻ്റ്, ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗമാണ്. കണ്ട, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട ആൾക്കാരെ അംഗമാകുള്ളൂ, അല്ലാതെ ഏജായ എല്ലാവരും ഇല്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗ്രാമസഭ നഗരങ്ങളിൽ ചെല്ലുമ്പോൾ വാർഡ് സഭ എന്നറിയപ്പെടും. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനം എടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട്. ഇനി രണ്ട് ടൈപ്പ് ജനാധിപത്യ രീതികളാണ്. ഫസ്റ്റത്തെ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. ഓക്കെ, ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ പങ്കാളികൾ അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ചെറിയ ഭൂവിസ്തൃതിയും ചെറിയ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിലാണ് നടക്കുള്ളൂ. ഓക്കെ, കേരള നിയമസഭയെ കുറിച്ച് പറയുന്നുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതുപോലെ 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ, 1949 ജൂലൈ 1 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പോൾ ആദ്യം ഒരു ലെജിസ്ലേറ്റീവ് വന്നത് 1888 തിരുവിതാംകൂർ, ശേഷം 1904 ശ്രീമൂലം പ്രജാസഭ, അതിനുശേഷം രണ്ടും കൂടി ചേർന്നിട്ട് 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ. ഇതാണ് ഇതിൻ്റെ വഴികാട്ടി. കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27. ഓക്കെ, കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിച്ചു വരുന്നു. ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിച്ചു വരുന്നു. ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകുമ്പോൾ നിയമസഭകളിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷം, പങ്കാളിത്തം എന്ന് പറഞ്ഞു. അടുത്തതാണ് പരോക്ഷം അല്ലെങ്കിൽ പ്രാതിനിധ്യം എന്ന് പറയുന്ന ജനാധിപത്യ വ്യവസ്ഥ. ഓക്കെ, പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യം ആണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏത് ജനാധിപത്യമാണ്? പ്രാതിനിധ്യം അല്ലെങ്കിൽ പരോക്ഷം. ഇനി അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ജനസംഖ്യ കുറഞ്ഞതും ചെറിയ രാജ്യങ്ങൾക്കും പ്രത്യക്ഷം, ഇനി ജനസംഖ്യ കൂടിയതും വലിയ രാജ്യങ്ങൾക്കും പരോക്ഷം. ഇവിടെ ചില കൺട്രികളിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്, നമുക്കറിയാം. സൗദി അറേബ്യയിൽ രാജാവാണ്, ഇതും നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം അവസാനിച്ചു. അവിടുത്തെ ഇപ്പോഴത്തെ ഭരണം വെച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം, നമുക്കറിയാം. പങ്കാളിത്തം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം സ്വിറ്റ്സർലൻഡ്.
ഇനി ജനാധിപത്യത്തിൻ്റെ സവിശേഷത. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. ഇപ്പം ജനങ്ങൾക്കാണ് പരമമായ അധികാരം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച അവിടെ ഉണ്ടാവും. ഇനി സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടക്കും. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാകും. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം. ഇനി സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെയാണ് ജനാധിപത്യ സവിശേഷതകൾ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിൻ്റെ പ്രായം 21 ആയിരുന്നു. ഇപ്പോൾ അത് 18 ആണ്. 1989 വരെ 21 ആയിരുന്നു പ്രായം, ഇപ്പോൾ 18 ആണ്. 89-ലെ 61-ാം ഭേദഗതി പ്രകാരം രാജീവ് ഗാന്ധി അത് മാറ്റിയിട്ടുണ്ട്. 21 18 കുറച്ചു. അപ്പോൾ 61-ാം ഭേദഗതി 1989. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ, ഇതിലൊരു ഘട്ടം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു CRT-യിൽ. അപ്പോൾ ഇതെന്തായാലും അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് എന്താ ചെയ്യുക? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയാണ് ആദ്യം ചെയ്യുക. ആദ്യം ഉദ്യോഗസ്ഥന്മാരെയാണ് നിയമിക്കേണ്ടത്. അതിനുശേഷമാണ് നോട്ടിഫിക്കേഷൻ, വിജ്ഞാപനം വരുന്നത്. അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ തുടങ്ങും. പിന്നീട് ആ പത്രികകൾ സൂക്ഷ്മ പരിശോധന ചെയ്തിട്ട് ആവശ്യമില്ലാത്ത നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ കാര്യങ്ങളൊക്കെയാണ് പിന്നീട്. അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് വോട്ടെടുപ്പ് നടക്കുന്നു. പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഉദ്യോഗസ്ഥരെ നിയമിക്കും. പിന്നീട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രിക സൂക്ഷ്മ പരിശോധന നടത്തും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ടവർക്ക് പിൻവലിക്കാം. അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തും. പിന്നെ വോട്ടെടുപ്പ് നടത്തും. അവസാനം വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം. ഈ ഒരു ഘട്ടങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഇതിന് പുറമെ മറ്റു ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന്, തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മം എന്താണെന്ന്. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു. എല്ലാവരും വോട്ട് ചെയ്യാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും അതിനകത്ത് പ്രാതിനിധ്യം നൽകുന്നു. പിന്നെ ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്നത് എവിടേക്കാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെ പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭ, ഇത്രയും സ്ഥലങ്ങളിലാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, പിന്നെ നിയമസഭ. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭ, ലോകസഭ, അത്, പിന്നെ സംസ്ഥാന നിയമസഭ. ഇത്രയുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലുള്ളത്. 3 അംഗങ്ങളാണുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ ടോട്ടൽ 3 പേരേ ഉള്ളൂ. ഇവരെല്ലാവരും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്രത്തിൻ്റെ കേസിൽ രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ അംഗങ്ങൾ എത്രയുണ്ട്? ആകെ 3 പേരാണുള്ളത്. അവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുകയുള്ളൂ. അത് തന്നെയാണ് വിദ്യാലയങ്ങളിലും പറയുന്നത്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, അതൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിനും ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിലല്ല, പാർട്ട് 1-ൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.